ഹായ് മക്കളെ, പ്ലസ് ടു കെമിസ്ട്രിയിലെ ക്രാക്ക് NCERT സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കിഡിലനായിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കേ. 2 എലമെന്റ്സ് എ ആൻഡ് ബി, രണ്ട് എലമെന്റുകൾ ഏതാണെന്ന് അറിയത്തില്ല, എയും ബിയും. ഫോംസ് കോമ്പൗണ്ട്സ് ഹാവിംഗ് ഫോർമുല AB2 ആൻഡ് AB4. എയും ബിയും ചേർന്നുകൊണ്ട് AB2 എന്നൊരു കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ട്, AB4 എന്ന് പറയുന്ന മറ്റൊരു കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ട്. വെൻ ഡിസോൾവ്ഡ് ഇൻ 20 gram ഓഫ് ബെൻസീൻ, 1 gram of AB2 lowers the freezing point by 2.3 Kelvin. അതായത് 20 gram ബെൻസീനിൽ 1 gram AB2 ഇടുന്ന സമയത്ത് അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നു. എത്ര കുറയുന്നു? 2.3 കെൽവിനോളം കുറയുന്നു. അതേപോലെ 1 gram ഓഫ് AB4 ആണ് 20 gram ഓഫ് ബെൻസീനിൽ ഇടുന്നത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നത് 1.3 കെൽവിൻ ആയിട്ടാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഓഫ് ബെൻസീൻ തന്നിട്ടുണ്ട്. എയുടെയും ബിയുടെയും അറ്റോമിക് മാസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എയുടെയും ബിയുടെയും അറ്റോമിക് മാസ് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ് എയുടെയും ബിയുടെയും അറ്റോമിക് മാസ് കണ്ടുപിടിക്കുക? സാർ ക്വസ്റ്റ്യൻ തെറ്റായിരിക്കും സാർ. AB2-ൻ്റെയും AB4-ൻ്റെയും മോളാർ മാസ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കുക. AB2-ൻ്റെയും AB4-ൻ്റെയും മോളാർ മാസ് കണ്ടുപിടിക്കണം. അതിലൂടെ തന്നെ എയുടെയും ബിയുടെയും അറ്റോമിക് മാസ് കൂടെ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? 20 gram ബെൻസീനിലോട്ട് 1 gram AB2 ഇടുന്നു. അപ്പോൾ അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയും, 2.3 കെൽവിനോളം കുറയും. അതേപോലെ തന്നെ 20 gram ബെൻസീനിലോട്ട് 1 gram AB4 ആണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നത് 1.3 ആണ്. ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നിന്ന് രണ്ടിൻ്റെയും മോളാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാം. AB2-ൻ്റെയും AB4-ൻ്റെയും മോളാർ മാസ് കണ്ടുപിടിച്ചാൽ രണ്ടുപേരുടെയും അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണേ. ആദ്യം നമുക്ക് AB2 എന്ന് പറയുന്ന ആളെ പരിഗണിക്കാം. ഇവൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ആൾക്കാരെ എല്ലാം തന്നിട്ടുണ്ടോ? ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ വെച്ചുകൊണ്ട് മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? KF ഡിവൈഡഡ് ബൈ ഡെൽറ്റ TF WB ഡിവൈഡഡ് ബൈ WA WB ഡിവൈഡഡ് ബൈ WA ഇൻറ്റു 1000. ഇതിൽ ഞാൻ വാല്യൂസ് ഒന്നും ഇവിടെ എഴുതുന്നില്ല കേട്ടോ. ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിൽ KF എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണ്? 5.1 ആണ്. 5.1 ഇൻറ്റു WB എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ മോളാർ മാസാണ്, സൊല്യൂട്ടിൻ്റെ ഗിവൺ മാസ്. ഇവിടെ സൊല്യൂട്ടുകൾ രണ്ട് കേസിലും 1 gram തന്നെയാണ് ചേർത്തുന്നത്. ഇൻറ്റു 1000 ഡിവൈഡ് ബൈ ഡെൽറ്റ TF എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിൽ ഡെൽറ്റ TF, AB2-ൻ്റെ കേസിൽ ഡെൽറ്റ TF എന്ന് പറഞ്ഞാൽ 2.3 കെൽവിനാണ്. ശ്രദ്ധിക്കണേ, ഞാൻ സ്ഥലം കളയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഓരോന്നും എടുത്ത് എഴുതാത്തത്. നിങ്ങൾ എടുത്ത് എഴുതണം. 2.3 ആണ് ഡെൽറ്റ TF എന്ന് പറയുന്നത്. WA എന്ന് പറഞ്ഞാൽ സോൾവെൻ്റ് ആയിട്ടുള്ള ബെൻസീന് 20 gram ആണ്. മുകളിലുള്ള നമ്പറെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് താഴത്തുള്ള നമ്പറെല്ലാം കൂടെ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് AB2-ൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 110.86 gram/mol എന്ന് കിട്ടും. റെഡി? ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താണ്? AB2-ൻ്റെ മോളാർ മാസാണ്. അങ്ങനെ അതേപോലെ AB4-ൻ്റെ നമുക്ക് ചെയ്യാം. AB4-ൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ എന്താണ്? മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത് AB2 എന്ന് കൊടുക്കാമേ. നോക്കണേ നിങ്ങൾ, ഇത് AB2, ഇത് AB4. AB4-ൻ്റെ മോളാർ മാസ് ഇതേപോലെ KF ഡിവൈഡഡ് ബൈ ഡെൽറ്റ TF WB ഡിവൈഡഡ് ബൈ WA ഇൻറ്റു 1000. സെയിം സാധനം. KF എന്ന് പറഞ്ഞാൽ 5.12 ഇൻറ്റു WB എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ ഗിവൺ മാസ് 1 gram ആണ്, ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ അവിടുത്തെ ഫ്രീസിംഗ് പോയിന്റ് എത്ര കുറഞ്ഞു? അവിടെ ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞത് 1 gram ചേർത്തപ്പോൾ അവിടെ കുറഞ്ഞത് 1.3 ആണ്. 1.3. ഇവിടെ 2.3യും അവിടെ 1.3യുമാണ്. ശ്രദ്ധിക്കണേ. ഇൻറ്റു സോൾവെൻറ്റിൻ്റെ ഗിവൺ മാസ് 20 ആണ്. അപ്പോൾ മുകളിലത്തെ നമ്പറല്ല മൾട്ടിപ്ലൈ ചെയ്ത് താഴത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് 196.15 gram/mol എന്ന് കിട്ടും. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് AB2-ൻ്റെയും AB4-ൻ്റെയും മോളാർ മാസുകളാണ്. AB2-ൻ്റെ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എയുടെയും 2 ബിയുടെയും മാസ് തമ്മിൽ കൂട്ടിയതല്ലേ? എയുടെ അറ്റോമിക് മാസും ബിയുടെ 2 അറ്റോമിക് മാസും കൂടെ കൂട്ടിയതാണ് 110.86 കിട്ടുക. അതായത് ഗുരുവി നോക്കൂ, ഒരു എയും 2 ബിയും കൂടെ കൂട്ടിയതല്ലേ 110.86 എന്ന് പറയുന്നത് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കാർബണിൻ്റെയും 2 ഓക്സിജൻ്റെയും മാസല്ലേ? H2-ൻ്റെ മാസം എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ്റെയും 1 ഓക്സിജൻ്റെയും മാസല്ലേ? അമോണിയയുടെ മാസം എന്ന് പറഞ്ഞാൽ 1 നൈട്രജൻ്റെയും 3 ഹൈഡ്രജൻ്റെയും മാസല്ലേ? അപ്പോൾ AB2-ൻ്റെ മാസം എന്ന് പറഞ്ഞാൽ ഒരു എയുടെയും 2 ബിയുടെയും മാസല്ലേ? ഒരു എയുടെയും 2 ബിയുടെയും മാസല്ലേ? അതേപോലെ AB4-ൻ്റെ മാസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? AB4-ൻ്റെ മാസം എന്ന് പറഞ്ഞാൽ ഒരു എയുടെയും 4 ബിയുടെയും മാസമായിരിക്കില്ലേ? ഒരു എയുടെയും 4 ബിയുടെയും മാസം കൂടെ കൂട്ടിയിട്ട് എത്രയാണ്? 196.15 എന്നല്ലേ? മനസ്സിലായോ? ഈ രണ്ട് സംഭവങ്ങൾ മനസ്സിലായോ? അപ്പോൾ നമുക്ക് സാധാരണ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഇക്വേഷനിലോട്ട് വന്നു. ഈ വലിയ ഇക്വേഷനെ ചെറിയ ഇക്വേഷൻ D മൈനസ് ചെയ്യുക. അപ്പോൾ എയും ഐയും വെട്ടിപ്പോയിട്ട് B എന്താണെന്നുള്ളത് കിട്ടും. അതായത് ഫസ്റ്റ് ഇക്വേഷൻ ഏതാണ്? ഇതാണ്. A + 4B = 196 എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എഴുതുന്നു. ബാക്കിയുള്ള എല്ലാത്തിനും ഞാനൊന്ന് ചെറുതാക്കുന്നുണ്ട്.
അപ്പോൾ എ പ്ലസ് 4b എന്ന് പറയുന്ന ഭാഗം നമുക്ക് കിട്ടി. റെഡി. ഇനി അടുത്തത് എ പ്ലസ് 2b എഴുതാം. എ പ്ലസ് 2b ഈക്വൽ ടു 110.86. ഇതിൽ നിന്ന് ഏത് ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യണം? വലിയ നമ്പറും ചെറിയ നമ്പറും മൈനസ് ചെയ്താൽ നമുക്ക് ഇതൊന്നും വെട്ടിപ്പോവില്ലേ അല്ലേ? എയും വെട്ടിപ്പോയി. ബാക്കി എന്താണുള്ളത്? 196.15 മൈനസ് 110 കൂടെ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 85.29 ആണ്. ഇപ്പോഴത്തെ 4b എന്ന് 2b ഉപയോഗിക്കുന്നത്, ബാക്കി 2b ആണ്. എങ്കിൽ b ഈക്വൽ ടു 85.29ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 42.64 ഗ്രാം പെർ മോൾ എന്ന് കിട്ടും. റെഡി. ഇത് ബിയുടെ അറ്റോമിക് മാസ് ആണ്. ഈ ബിയുടെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ബിയുടെ മാസ് കിട്ടിയില്ല, അത് ഈ ഇക്വേഷനിലോ അല്ലെങ്കിൽ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ എയുടെ കിട്ടും. എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ആൻസർ കിട്ടിയേ, എയുടെ അറ്റോമിക് മാസ് കിട്ടിയേ. ഇനി അടുത്തത് എ പ്ലസ് 2b ഈക്വൽ ടു 110.86 ആണ്. എ ഈക്വൽ ടു എന്തായിരിക്കും? 110.86 മൈനസ് 2bയുടെ വാല്യൂ എത്രയാണ്? 85.29 ആണ്. ഈക്വൽ ടു 25.58 ഗ്രാം പെർ മോൾ എന്ന് കിട്ടും. അപ്പോൾ എയുടെ അറ്റോമിക് മാസും കിട്ടി. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കണ്ട് നിങ്ങൾ ആരും ബേജാറാവരുത്. നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ എന്നുള്ളൂ. അതെങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള കാര്യം മാത്രം, ഒരു അറിവ്, ഒരു ലിങ്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അറിവ് മാത്രം ഉണ്ടാകണം എന്ന് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുവാനും എങ്ങനെയാണ് ഏത് സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കണം എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇനിയുള്ള ചോദ്യപേപ്പർ നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ചോദ്യം ആൻസർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് പല ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ ബേജാറാവില്ല. അതിനുവേണ്ടി ഈ ചോദ്യം ഞാൻ വന്നിരിക്കുന്നത്. ഇതുപോലെ കിഡിലൻ ചോദ്യമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ NCERT സീരീസിലെ ക്രാക്ക് NCERT എന്ന് പറയുന്ന ഈ ഒരു സീരീസ് നിങ്ങൾ നിർബന്ധമായും കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്റേഴ്സിലും ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട്സ് ഞാൻ ഷെയർ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കിഡിലൻ ടോപ്പിക്ക് പറ്റണം. താങ്ക് യു.